വർക്ക് കഴിഞ്ഞ് വേലപ്പറമ്പ് എത്തുമ്പോഴേക്കും സമയം 7 മണിയായി. ഇത് നമ്മുടെ അകലൂർ പൂരം ഉണ്ടോ, പത്തിരിപ്പാല അകലൂർ പൂരം. വേലയ്ക്ക് ഒരാഴ്ച മുമ്പ് ഇന്ന് വലിയച്ഛൻ്റെ അവിടെ നിന്ന് വെളി വന്നിട്ടുണ്ടായിരുന്നു. വർക്കുള്ള കാരണം വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നത്. വരുമ്പോഴേക്കും വെളിയിലുള്ള ആനപ്പൂരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആന അമ്പലത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. നമ്മളെപ്പോലെ തന്നെ വേല കാണാൻ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓരോ വേല വരുന്ന കാത്തിങ്ങനെ നിൽക്കണം. വേല വരുമ്പോൾ സമയം 8 മണി 8:30 ആവും വിചാരിച്ചു. കുറച്ച് നേരം അമ്പലത്തിനുള്ളിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ അമ്പലത്തിനുള്ളിലേക്ക് പോയി. 5 ആനകളുണ്ടായിരുന്നു ഭഗവതിയുടെ തിടമ്പുമായിട്ട്. അമ്പലത്തിന് മുമ്പ് നല്ല തിരക്കായിരുന്നു, ഉള്ളിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ വേഗം പോയത് ആദ്യം കണ്ട വീഡിയോസ് വേഗം എടുത്തു. ഉള്ളിലെങ്ങനെ പോകാലോ പറഞ്ഞിങ്ങനെ അധികം ഗ്യാപ്പൊക്കെ നോക്കി നിന്നാണ്. അവിടെ കർണം പോയ പിന്നെ നമ്മൾ ഏതാ തിടമ്പ് ഏതാന്ന് ആനയും നോക്കാറൊന്നുമില്ല. അതുകൊണ്ട് ആനയുടെ പേരുകളൊന്നും നമുക്കറിയില്ല. പിന്നെ ഗ്യാപ്പ് ഉണ്ടാക്കി മെല്ലെ ഉള്ളിലേക്ക് പോയി. ഞാൻ ഉള്ളിൽ പോകുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കാണ് കണ്ടില്ലേ. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. ഉള്ളിൽ പോയി ആനയൊക്കെ നിരന്നുണ്ടായിരുന്നു. പഞ്ചാരിമേളം തകർത്ത് ആടുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആനൻ്റെ അടുത്ത് പോകുമ്പോൾ എല്ലാം പേടിയായിരുന്നു. എല്ലാവരും ഉമ്മർത്ത് പോയി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടപ്പോഴേ ആനകളൊക്കെ നല്ല സൈലൻ്റായി നിൽക്കുന്നുണ്ട്. ചെവിയൊക്കെ ആട്ടി നല്ല സൂപ്പർ. പകൽ വേല കാണാൻ പറ്റിയില്ല. കുറച്ച് നേരം അവിടെ ഇവിടെ ആയിട്ടേക്ക് നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. വേല പിന്നെ വരെ സമയം കൊണ്ടല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിൽ നിന്നു. ഒരു മാസത്തോളം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പാവക്കൂത്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ 10 ദിവസം ഉണ്ടായിരുന്നു. ലാസ്റ്റ് 10 ദിവസം നമുക്ക് ലാസ്റ്റ് ദിവസം വരാൻ പറ്റും. ദൂരമുള്ള കാരണം ലാസ്റ്റ് ദിവസം മാത്രം, വേല ദിവസം മാത്രമേ വന്നത്. മെല്ലെ വേല വരുന്നത് കാണാൻ പറഞ്ഞു മെല്ലെ വെളിയിലേക്ക് വന്നു. പിന്നെ ഓരോ വേലയായിട്ട് വരാൻ തുടങ്ങി. എല്ലാ വേലയ്ക്കും തമ്പോലിയായിരുന്നു കേട്ടോ. 2-3 സെറ്റ് ബാൻഡ് സെറ്റ് കണ്ടു. പിന്നെ എല്ലാവരും തമ്പോലിയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാ വേല ടീമുകളും. ആദ്യം തന്നെ ബാൻഡ് സെറ്റ് മേളമാണ് കാണിക്കുന്നത്. എല്ലാ വേലയും പതിവ് പോലെ തന്നെ നല്ല ഡാൻസോടുകൂടിയാണ് തുടക്കം. അതിൽ ആർപ്പ് വിളിയോടുകൂടി എല്ലാവരും അവരുടേതായ അവകാശം പോലെ ഡാൻസോടുകൂടി എല്ലാ വേലയും കൊണ്ടുവരുന്നത്. പരമാവധി എല്ലാ വേലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-11 തമ്പോലം ടീമിന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാൻഡ് സെറ്റ് വേലപ്പറമ്പ് എത്തി. പിന്നെ നമ്മൾ തകർക്കുകയാണ്.
എല്ലാ വേലയും ഒരുമിച്ച് വന്ന കാരണം പോലീസുകാർ ഒരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അധികമൊന്നും അവിടെ കൊട്ടാനൊന്നും ഇല്ല വരും. നമ്മളിപ്പോൾ പ്രഭുദേവ് സാറിൻ്റെ പാട്ടായിരുന്നു കഴിഞ്ഞത്. നല്ല സൂപ്പറായി പാടിയവർ. ഇതാണ് നമ്മുടെ ടീം. ഇതിൻ്റെ ഭാഗത്ത് വേല കാണാനാണ് നമ്മൾ വന്നത്. അതിൻ്റെ വലിയ കാളയെ കാണുന്നില്ലേ? കാള അല്ല, ഉയരമുള്ള കാളയാണ്, കണ്ടില്ലേ? അല്ല, ചന്തമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അത് വലിയ സ്നേഹിൻ്റെ വേലയാണ്. എല്ലാവരും നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവരും തമ്പോലാണ് ഉപയോഗിച്ചിട്ടുണ്ട്. പൊട്ട് വെക്കുമ്പോൾ കാളെ കളിക്കുന്നുണ്ട്. നല്ല സെറ്റപ്പാണത്. അത് കഴിഞ്ഞ് മെല്ലെ അടുത്ത വേലയ്ക്ക് പോയി. ഇതാണ് നമ്മുടെ പുതിയ സെറ്റപ്പ്. പുതിയ വേലകളിലൊക്കെ പോയി വരുന്നതാണ്. ഓരോ ടീമുകളും അതിൻ്റെ കളറിലാണ് വരുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കാണുമ്പോൾ നല്ല ചന്തം ഉണ്ടാവും. ചവിട്ടി നോക്കിയാൽ തന്നെ അറിയാം, എല്ലാ കളറും ഉണ്ടാവും. ഇത് നമ്മുടെ നന്ദു ഡാൻസ് ടീമിൻ്റെ ഒലക്ക ഡാൻസ്. അത് കുറച്ച് നേരം കാണാൻ പറ്റും. അമ്പലം എത്താറാകുമ്പോൾ കണ്ടില്ല, കൊട്ട് കണ്ടില്ല. ബാക്കിൽ നിൽക്കുന്നവരാണ് നല്ല സൗണ്ടിൽ കൊട്ടുന്നത്. അടുത്ത നിന്ന ചെവിടെ മൂളം. ഗണപതി ഭഗവാനും ശിവഭഗവാൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, സ്റ്റാച്ചു ഉണ്ടായിരുന്നു. പൂക്കാവടിയാട്ടം, പൂക്കാവടിയല്ല, കാവടിയാട്ടം. പോരാൻ നിന്നപ്പോൾ ഞാനതിൻ്റെ ചുവട്ടിലൊക്കെ പോയി നിന്നു. വേല കഴിയുമ്പോഴേക്കും എൻ്റെ മേലെ ഫുള്ള് ഇതായി. ഒരു എൻ്റർടൈൻമെൻറ്റ് അത്ര തന്നെ. ഗണപതി ഭഗവാൻ്റെ തലയെടുക്കുന്ന ശിവഭഗവാൻ്റെ കഥയാണ് അവർ കൊണ്ടുവന്നത്. വേലയൊക്കെ എല്ലാ വേലയും വരാൻ തുടങ്ങി. നല്ല തിരക്കായി, അമ്പലമുറ്റത്ത് നല്ല തിരക്കായി. വേറെ തമ്പോലം ടീം.
അമ്പലത്തിന് മുമ്പിൽ 5 മിനിറ്റ് കൊട്ടാൻ അനുവദിക്കുന്നുള്ളേ. അത് ഇവർ അവർ ലാസ്റ്റ് നിമിഷം ഒരു കളർഫുൾ ഡാൻസും ഒക്കെ പെർഫോമൻസ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ദിവസം പിരിയാണ്. പിന്നെ കാലത്ത് പകൽപ്പൂരം ഉണ്ടായിരുന്നു രാവിലെ, അതും കാണാൻ പോകാൻ പറ്റിയില്ല. അടുത്ത ടീമാണ്. പോലീസുകാർ വേഗം പൊക്കോളി പറയുന്നുണ്ട്, സമയമില്ല. അവൻ്റെ ഒരു ഡാൻസാണ്, കളർഫുൾ ഡാൻസ് വരുന്നതിൽ. കുറച്ച് നേരം അവൻ്റെ ഡാൻസൊക്കെ നോക്കി നിന്നു. ഫാമിലിനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഞാൻ എല്ലാ വേലയും വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. തിരക്കല്ലേ. ഇതാണ് ഡാൻസ്, കണ്ടില്ലേ? എന്ത് ഡാൻസ് എന്നറിയില്ല, പാവാട പൊക്കി ഡാൻസ് പോലെയുണ്ട്. ഡിസൈൻ കണ്ടില്ല? സൂപ്പറായിട്ടുണ്ട്, കണ്ടില്ലേ? ഓരോ ടീമുകളും അമ്പലത്തിന് മുമ്പിലെത്തുമ്പോൾ പരിപാടി സൂപ്പറാകുന്നുണ്ട്. അടുത്ത ടീമിൻ്റെ വേലയാണ്. കൊട്ടി എല്ലാവർക്കും വയ്യാണ്ടായി. ഇത് നമ്മുടെ ഓറഞ്ച് ടീമാണ്, ഓറഞ്ച് കളറ്.
അങ്ങനെ അടുത്ത തമ്പോലൻ ടീം ഇറങ്ങി കേട്ടോ. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. എല്ലാവരും ഓരോ പുതിയ പുതിയ സ്റ്റൈലിലാണ് കൊട്ടുന്നത്, കണ്ടില്ലേ? നമ്മുടെ ആദ്യമായിട്ടുള്ള കാഴ്ച എന്താണ്, മുരുക ഭഗവാൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ആ ടീമിൻ്റെയാണെന്ന് തോന്നുന്നു. പൊതുവെ ഇപ്രാവശ്യം വേഷങ്ങൾ കമ്മിയാണ് തോന്നുന്നു കഴിഞ്ഞ കൊല്ലത്തെ വാല്യൂ വെച്ചിട്ട്. നമ്മുടെ ഒരു ബാൻഡ് സെറ്റ്, ബാൻഡ് സെറ്റിലൂടെയുള്ള ഡാൻസ്. അടുത്ത് പോയി വീഡിയോ എടുക്കുമ്പോൾ ചേട്ടാ മാറുന്നെങ്കിൽ അവർക്ക് കളിക്കാൻ സ്ഥലമില്ല എന്നാണ് അവർ പറയണം. നമ്മൾ അടുത്ത് പോയി വീഡിയോ എടുത്തില്ലല്ലേ അത് എല്ലാവരും കാണാൻ പറ്റിയ. അടുത്ത വേലിൻ്റെ കൂടെ വരുന്ന കളി കണ്ടില്ല, കളി എല്ലാവരുടെ കളിയും കണ്ടിട്ടുണ്ട്. അതാണ് ഒരു അമ്മമാരുടെ കളിയും, ചെറിയ മുത്തിയമ്മമാരുടെ കളിയാണത്. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അതല്ല, അവരവരുടെ വേലയുടെ കൂടെ കളിച്ചിട്ട് വരിക എന്നുള്ളത്. അമ്പലമുറ്റത്തിൽ കഴിഞ്ഞാൽ എല്ലാവരും കൊട്ടി കയറലാണ് പണി. എല്ലാ വേലയുടെ മുമ്പിലും ഉണ്ടാവും, കണ്ടില്ല? നല്ല അടിപൊളി ഡാൻസോടുകൂടിയുള്ള വരവേൽപ്പ്. വെടിക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, ശരിക്കും കാണാനൊന്നുമില്ല. അകലൂർ ദേശം, അകലൂർ കൂത്തു മഹോത്സവം എന്നാണ് പറയുക, അകലൂർ പൂരം എന്നൊക്കെ പറയും. നമ്മുടെ നരസിംഹത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണത്, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പേടിച്ചിരുന്നൊരു അവതാരമാണത്. വൈകുന്നേരങ്ങളിൽ വീടിന് മുൻവശത്തൊന്നും ഇരിക്കണ്ട പറയും, കാരണം ഈ ദൈവം വരും പറഞ്ഞിട്ടേ. ഇനിയും ധാരാളം വേഷങ്ങൾ വരുവാനുള്ളതിനാൽ നമുക്ക് സമയപര്യാപ്തതയുള്ളതിനാൽ എല്ലാ സ്പെഷ്യൽ കമ്മിറ്റി ഭാരവാഹികളും കൃത്യത പാലിച്ചുകൊണ്ട് സഹകരിച്ചതിന് എല്ലാ വേഷങ്ങളും ദേശീയമാണെങ്കിൽ സമയത്ത് പിടിച്ചെടുക്കണമെന്ന്. അടുത്ത ആൾക്കാരുടെ ദേശം വേലയാണ്, അതും തമ്പോലിയായിരിക്കും തോന്നുന്നു. കൂടുതലും തമ്പോലിയായി, കാരണം ഇങ്കാരമേളൊന്നും എവിടെയും കണ്ടില്ല ഞാൻ. ഇത് അടിപൊളി സൂപ്പറായിട്ടത്. ഓരോ ദൈവങ്ങൾ
ഗണപതി ഭഗവാൻ, കൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ട് അടുത്ത് പോയി എടുക്കാൻ കാര്യമായിട്ട് പറ്റിയില്ല. നമ്മുടെ വലിയതിന് എൻ്റെ ദേശവേലയെത്തി. കാളകളിയാണ് അതിൻ്റെ. പോലീസുകാർ പറ്റില്ല പറഞ്ഞാൽ അവർ വന്ന് കളിച്ചു കേട്ടോ. പോലീസ് സാർമാർ തിരക്ക് ഒഴിവാക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വീണ്ടും അടുത്തൊരു തമ്പോലം വന്നു. വീട്ടിൽ പോകാമെന്ന് പ്ലാൻ വന്നു. നമ്മുടെ വേല എത്തിയല്ലോ, കാവിയാറിയപ്പോൾ ശരിയായി, എല്ലാവരും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. വെടിക്കെട്ടില്ലാത്തതാണ് എല്ലാം നടന്നു. പിന്നെ അടുത്ത കൊല്ലം വേല കാണാം. നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും